നമസ്കാരം. കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും പേസർ മുഹമ്മദ് ഷമിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത ഷമി ബാറ്റർമാരുടെ പേടി സ്വപ്നമായും മാറിയിരുന്നു. ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് ടേക്കർമാരിൽ ഒരാളായി ഷമി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഷമിക്ക് അത്ര നല്ല കാലമല്ല ഉണ്ടായത്. പരിക്കിനെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷത്തോളമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുകയാണ് ഷമി. എന്നാൽ അടുത്തിടെയാണ് താരം ക്രിക്കറ്റിലേക്ക് തന്റെ മടങ്ങിവരവ് അടയാളപ്പെടുത്തുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മികച്ച സ്പെല്ലുകളുമായി തന്റെ വരവറിയിച്ച ഷമി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡർ ഗവസ്കർ ട്രോഫിക്കുള്ള ടീമിൽ ഇടം നേടും എന്നാണ് ആരാധകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ആദ്യ 2 ടെസ്റ്റുകളിൽ താരം കളിക്കില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ശേഷിക്കുന്ന മത്സരങ്ങളിൽ കളിക്കണമെങ്കിൽ ഷമിക്ക് മുന്നിൽ നിബന്ധന വച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. താരത്തെ മത്സരത്തിന് ഇറക്കണമെങ്കിൽ ശാരീരിക ക്ഷമത ഉൾപ്പെടെയുള്ളവയിൽ കാര്യമായ മാറ്റമാണ് ബോർഡ് ആവശ്യപ്പെടുന്നത്. കൂടാതെ അടുത്ത ദിവസങ്ങളിൽ ഷമിയുടെ പ്രകടനം വിലയിരുത്താനും BCCI ശ്രമിക്കുന്നുണ്ട്. താരത്തെ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് BCCI ഇപ്പോൾ. രഞ്ജി ട്രോഫിയിലെ പ്രകടനം മാത്രം മതിയാകില്ല ഷമിക്ക് വീണ്ടും ടീമിൽ തിരിച്ചു കയറിപ്പറ്റാൻ. മറിച്ച് സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഷമിയുടെ പ്രകടനം ബോർഡ് വിലയിരുത്തും. ഇതിനു പുറമെയാണ് തടി കുറച്ച ഫിറ്റ്നസിൽ ശ്രദ്ധ ചെലുത്താൻ ഷമിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. BCCIയുടെ ഒരു മെഡിക്കൽ ടീം സദാസമയവും ഷമിയെ നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. താരത്തിന്റെ ശാരീരിക ക്ഷമത തന്നെയാണ് BCCIയുടെ ഏക ആശങ്ക. ഈ കടമ്പ കടന്നു കിട്ടിയാൽ ഷമിക്ക് ഓസ്ട്രേലിയയിൽ പന്തെറിയുക വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാകില്ല. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഷമിയുടെ മടങ്ങിവരവ് ഇനിയും വൈകുമെന്നാണ്. ഫെബ്രുവരിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ മുഹമ്മദ് ഷമിയെ കളത്തിൽ ഇറക്കുക എന്നതാണ് BCCIയുടെ മുന്നിലുള്ള ഇപ്പോഴുള്ള ലക്ഷ്യം. അങ്ങനെയെങ്കിൽ തിരക്കിട്ട ഷമിയെ ടെസ്റ്റ് ടീമിലേക്ക് വലിച്ചു കയറ്റാതെ പരമാവധി വിശ്രമം നൽകി ആ ഒരു ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നതായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ, അതായത് ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെ ലക്ഷ്യം. അതേസമയം ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവസ്കർ ട്രോഫി കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ പേസ് നിര ശക്തമാണ്. ബോളിംഗ് കരുത്തുകൊണ്ട് കൂടിയാണ് ഇന്ത്യ ആദ്യം മത്സരം അനായാസം ജയിച്ചത്. ജസ്പ്രീത് ബുംറ നേതൃത്വം നൽകുന്ന ബൗളിംഗ് നിരയിൽ മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ തുടങ്ങിയ പേസർമാർ അണിനിരക്കുന്നുണ്ട്. എങ്കിലും ബുംറ ഷമി കോംബോ വീണ്ടും കാണാമെന്നാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്തായാലും ഷമി കൂടി മടങ്ങി വരുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ബോളിംഗ് നിര അല്ലെങ്കിൽ പേസ് നിര കൂടുതൽ മികവുറ്റതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.